ब्लास्ट के कारण आसपास की कुछ गाड़ियां और कुछ मार्ग पर जा रहे लोग भी इंजर्ड होने के समाचार हैं। प्राथमिक सूचना जो मिली है उसमें कुछ लोग हताहत भी हुए हैं। ब्लास्ट की सूचना आते ही 10 मिनट में दिल्ली क्राइम ब्रांच, दिल्ली स्पेशल ब्रांच की टीमें स्पॉट पर पहुंची है। एनएसजी और एनआईए की टीम एफएसएल के साथ अभी गहन जांच करने का शुरू किया है। आसपास के स्थान के सभी सीसीटीवी कैमरा और बाकी सब चीज़ों की जांच के आदेश दे दिए गए हैं। मेरी सीपी दिल्ली से भी बात हुई है, स्पेशल ब्रांच के इंचार्ज से भी बात हुई है। सीपी दिल्ली और स्पेशल ब्रांच के इंचार्ज स्पॉट पर मौजूद हैं। हम सभी संभावनाओं को तराश रहे हैं और सभी संभावनाओं को ध्यान में रखकर इसकी गहन जांच की जाएगी। सभी ऑप्शन की तुरंत जांच होकर नतीजा जो आएगा जांच हम जनता के सामने रखेंगे। मैं कुछ ही देर में स्पॉट पर भी जा रहा हूं और अस्पताल में भी मैं तुरंत जाऊंगा। ആഭ്യന്തരമന്ത്രി അപകടം സംബന്ധിച്ച് നൽകിയ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം ഡൽഹി പോലീസ് കമ്മീഷണറുമായും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് തലവനുമായും സമ്പർക്കം പുലർത്തിയിരുന്നു. അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള സന്നാഹങ്ങളെക്കുറിച്ചും നടന്ന പരിശോധനകളെക്കുറിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിശദമായി തന്നെ വിശദീകരിക്കുകയുണ്ടായി. 6:52 ലാൽ കില മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്ത് സ്ഫോടനം ഉണ്ടായത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയുമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയാണ് ഇപ്പോൾ കേട്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇരുവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സ്ഥിതിവിശേഷങ്ങൾ സംബന്ധിച്ച് സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുകയും ചെയ്തിരുന്നു. അമിത്ഷാ നിരന്തരമായി ഡൽഹി പോലീസ് കമ്മീഷണറുമായും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചുമായും നിരന്തര സമ്പർക്കത്തിലാണ്. അത് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നു. ഡൽഹി കമ്മീഷണറുമായി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നു. രാജ്യം കനത്ത ജാഗ്രതയിലാണ്. 10 മരണം എന്നുള്ളതാണ് ഇപ്പോൾ അനൗദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. 10 മരണം ആണ്. LNJP ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് ഈ 10 മരണം. എന്താണ് ആശുപത്രിയിൽ സംഭവിക്കുന്നത്? കൂടുതൽ ആളുകൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബേൺ ഇഞ്ചുറീസ് എന്നുള്ളത് വളരെ വളരെ മാരകമായിട്ടുള്ളതാണ്. അതുകൊണ്ട് എത്ര ശതമാനം പൊള്ളൽ എന്നുള്ളത് നിർണായകമാണ്. കൂടുതൽ ശതമാനം പൊള്ളലേറ്റിട്ടുള്ള ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. സംഭവ സ്ഥലവും ആശുപത്രിയും സന്ദർശിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുകയുണ്ടായി. അർജുൻ പീതാംബരൻ LNJP ആശുപത്രിയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ, കൂട്ടിച്ചേർക്കാൻ വിവരങ്ങൾ. അതിനൊക്കെ അല്പം മുൻപാണ് ഡൽഹി പോലീസ് കമ്മീഷണർ ഇപ്പോൾ എന്തായാലും LNJP ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. 10 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 20-ലധികം ആളുകളാണ് പരിക്കേറ്റ് ഇവിടെ LNJP ആശുപത്രിയിൽ ചികിത്സയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കൊണ്ടുവന്നതിൽ ചിലതെങ്കിലും മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതായത് പല ഭാഗങ്ങളായിട്ടാണ് കൊണ്ടുവന്നത്. കയ്യും കാലും കൊണ്ടുവന്നിരുന്നു എന്നുള്ള കാര്യം കൂടി ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത്. അതായത് പലതും അൺഅക്കൗണ്ടഡ് ആണ് എന്നുള്ള വിവരം കൂടിയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയും ഈ മരണസംഖ്യ വർദ്ധിക്കാനുള്ള വളരെ വലിയൊരു സാധ്യതയും അത്തരത്തിലുള്ള ആശങ്കയും തന്നെയാണ് ഇവിടെ ഡൽഹിയിലെ LNJP ആശുപത്രിയിൽ നിന്നും നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിരവധി ആംബുലൻസുകൾ ഇപ്പോഴും ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്, ആശുപത്രിയിൽ നിന്നും പുറത്തേക്കും പോകുന്നുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് പറയാൻ സാധിക്കുക. അല്പസമയത്തിനകം തന്നെ അമിത്ഷായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും 10 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റ് ഔദ്യോഗിക കണക്കുകൾ കൂടി വരാനുണ്ട്. എന്തായാലും ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അടക്കം ലഭിക്കണമെങ്കിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ 20-ലധികം ആളുകൾ ചികിത്സയിലുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും അതിൽ പലരുടെയും 3-ലധികം ആളുകളുടെ നില ഗുരുതരമാണ്. ഒപ്പം തന്നെ ഈ മൃതശരീര അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് അതും അൺഅക്കൗണ്ടഡ് ആണെങ്കിൽ അതിലും വലുതായിരിക്കും എന്തായാലും മരണസംഖ്യ എന്നുള്ളൊരു വിവരം തന്നെയാണ് ഇവിടെയുള്ള അധികൃതർ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ആംബുലൻസുകൾ ഇപ്പോഴും ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. മറ്റിടങ്ങളിൽ, അതായത് LNJP ആശുപത്രിക്ക് തൊട്ടടുത്ത ഇടങ്ങളിലും ആശുപത്രികളുണ്ട്. അവിടെ നിന്നും ഒരുപക്ഷെ കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാകാം എന്നുള്ളൊരു നിഗമനം കൂടിയാണ് നിലവിൽ ഇവിടെ പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം നൽകുന്നത്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് നിന്നും എല്ലാവരെയും മാറ്റി കഴിഞ്ഞിരിക്കുന്നു. പരിക്കേറ്റവരെ എല്ലാവരെയും മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇവർക്ക്, അതായത് ഗുരുതരമായ പൊള്ളലേറ്റവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സാ സഹായങ്ങളുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയ തോതിൽ ഈ പൊള്ളലേറ്റവർ അവർ മരണപ്പെടുകയാണ് എന്നുള്ള വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ. അതിലൂടെ രാജ്യതലസ്ഥാനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല രീതിയിലുള്ള സൂചനകൾ പോലെയാണ് വിമാനത്താവളത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. അതായത് GPS സ്പൂഫിംഗ് പോലുള്ള സംഭവങ്ങൾ, പിന്നാലെ ഇത്തരത്തിൽ ഫരീദാബാദിൽ നിന്നാണെങ്കിൽ പോലും അവിടെ നിന്നും വലിയ തോതിൽ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നു. അത്തരത്തിൽ രാജ്യതലസ്ഥാനത്തെ ആകെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലവിൽ നിൽക്കുന്നത്. അത്രത്തോളം അതീവ ജാഗ്രത നിലനിൽക്കുന്നു. അത് പ്രകടമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അകത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് 10 പേർ മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു പല റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ്, കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അഭിലാഷ്.